മേ ബി, മേ ബി ഇവ തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട് അർത്ഥത്തിലും പ്രയോഗത്തിലും. സംസാരത്തിനിടയ്ക്ക് നമുക്ക് പലപ്പോഴും ഉപയോഗിക്കേണ്ട രണ്ട് വാക്കുകളാണ്, രണ്ട് പ്രയോഗങ്ങളാണ്. ഇവയുടെ അർത്ഥവും പ്രയോഗരീതികളും നമുക്ക് പഠിക്കാം. ആദ്യമായി മെയ് ബി. ഇതിൻ്റെ അർത്ഥം പെർഹാപ്സ്, ഒരു പക്ഷേ. ഇതൊരു ആഡ്വർബാണ്. സാധാരണയായി വാക്യത്തിൻ്റെ ആദ്യം ഒരു പക്ഷേ എന്ന് പറഞ്ഞു തുടങ്ങുന്നതിന് വേണ്ടി ഉപയോഗിക്കും. എന്നാൽ വാക്യത്തിനിടയ്ക്കും നമുക്ക് മെയ് ബി ഉപയോഗിക്കാം. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ മെയ് ബിയുടെ അർത്ഥം പെർഹാപ്സ്, ഒരു പക്ഷേ. മേ ബി ഐ വിൽ ഗോ ടു എ മൂവി ടു നൈറ്റ്. ഒരു പക്ഷേ ഇന്ന് രാത്രി ഞാനൊരു സിനിമയ്ക്ക് പോകും. മേ ബി ഷി വിൽ കോൾ മീ ലേറ്റർ. ഒരു പക്ഷേ അവൾ എന്നെ പിന്നീട് വിളിക്കും. അതായത് ഞാൻ അങ്ങോട്ട് വിളിച്ചപ്പോൾ അവൾ എടുത്തില്ല, ഇനി തിരികെ അവൾ പിന്നീട് വിളിക്കും. There were 3, maybe 400 people present at the concert. ആ സംഗീത കച്ചേരിയിൽ, കോൺസെർട്ട് സംഗീത കച്ചേരിയിൽ 3, maybe 400. അതിൻ്റെ അർത്ഥം 300 or maybe 400. 300 അല്ലെങ്കിൽ ഒരു പക്ഷേ 400 ആളുകൾ പങ്കെടുത്തിരുന്നു എന്നാണ് ഈ വാക്യത്തിൻ്റെ അർത്ഥം. ഇനി മറ്റൊരു പ്രയോഗം, ഒരാളിപ്പോൾ എന്നോട് പറയുകയാണ്, യു ഷുഡ് ബൈ എ കാർ. നിങ്ങളൊരു കാർ വാങ്ങണം. അപ്പോൾ ഞാൻ പറയുകയാണ്, ശരിയാ, പക്ഷേ എനിക്ക് എവിടെ നിന്നാ പണം? ഈ വാക്യത്തിൽ ശരിയാ എന്ന് ഞാൻ പറഞ്ഞില്ലേ, അവിടെ അതേ അർത്ഥത്തിൽ മെയ് ബി ചേർക്കാം. എങ്ങനെയാണെന്ന് നോക്കിക്കൊള്ളൂ. ഒരാൾ എന്നോട് പറഞ്ഞു യു ഷുഡ് ബൈ എ കാർ. അപ്പോൾ ഞാൻ പറയുകയാണ്, മെയ് ബി, ബട്ട് വെയർ ക്യാൻ ഐ ഫൈൻഡ് ദ മണി? ശരിയാ, നീ പറഞ്ഞത് ശരിയാണ്, പക്ഷേ എനിക്ക് എവിടെ നിന്ന് പണം കിട്ടും? അപ്പോൾ മെയ് ബിയുടെ പ്രയോഗങ്ങൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് മേ ബി. മേ ബി എന്ന് പറഞ്ഞാൽ മേ എന്ന മോഡൽ ഓക്സിലിയറി വെർബിനോടൊപ്പം ബി എന്ന വെർബിൻ്റെ രൂപം ഉപയോഗിക്കുന്നുവെന്നേ ഉള്ളൂ. മോഡൽ ഓക്സിലിയറി. സാധ്യതയുണ്ട്, കുഡ് ബി അല്ലെങ്കിൽ മൈറ്റ് ബി എന്ന അർത്ഥത്തിൽ സാധ്യതയുണ്ട് എന്നാണ് മേ ബിയുടെ അർത്ഥം. ഇറ്റ് മേ ബി റെയിനിങ് ദെയർ റൈറ്റ് നൗ. ഇപ്പോൾ അവിടെ മഴ പെയ്യുന്നുണ്ടാകും. ഷീ മേ ബി സ്ലീപ്പിംഗ് നൗ. അവൾ ഇപ്പോൾ ഉറങ്ങുകയാകും. ഐ മേ ബി ലേറ്റ്. ഐ ഹാവ് ടു അറ്റൻഡ് അനദർ മീറ്റിംഗ്. ഞാൻ ഇന്ന് താമസിച്ചേക്കും, എനിക്ക് മറ്റൊരു മീറ്റിങ്ങിൽ പങ്കെടുക്കാനുണ്ട്. ഷീ ഈസ് സ്ലീപ്പിംഗ്. അവൾ ഉറങ്ങുകയാണ്. ഷീ മേ ബി ടയേർഡ്. അവൾ ക്ഷീണിച്ചിട്ടുണ്ടാവും. ഇനി മെയ് ബിയും മേ ബിയും ഒരേ വാക്യത്തിൽ വരുമ്പോൾ ഉള്ള അർത്ഥവ്യത്യാസം നമുക്കൊന്ന് നോക്കാം. മേ ബി ഷീ ഈസ് റോങ്. ഒരു പക്ഷേ അവൾ പറയുന്നത് തെറ്റായിരിക്കാം. ഒരു പക്ഷേ അവൾ ചെയ്തത് തെറ്റായിരിക്കാം എന്നാണ് ഈ വാക്യത്തിൻ്റെ അർത്ഥം. ഇനി ഇതിനെ തന്നെ നമുക്ക് ഇങ്ങനെ പറഞ്ഞാൽ ഷീ മേ ബി റോങ്. അതിൻ്റെ അർത്ഥം അവൾ പറയുന്നത് തെറ്റായിരിക്കാം, അവൾ ചെയ്തത് തെറ്റായിരിക്കാം എന്നെല്ലാമാണ് ഈ വാക്യത്തിൻ്റെ അർത്ഥം. അപ്പോൾ വ്യത്യാസം മനസ്സിലായല്ലോ. മേ ബി ഷീ ഈസ് റോങ്. ഒരു പക്ഷേ അവൾ പറയുന്നത് തെറ്റായിരിക്കാം. ഷീ മേ ബി റോങ്. അവൾ പറയുന്നത് തെറ്റാവാൻ സാധ്യതയുണ്ട്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.